സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ അതിന്റെ ആശയങ്ങളും അതിന്റെ കാഴ്ചപ്പാടുകളൊക്കെ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും വിശദീകരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു പുതിയ ചാപ്പ് കുത്തിയിരിക്കുകയാണ്. ഇവർ പാണക്കാട് വിരോധികളാണ്, ഇവർ ലീഗിന്റെ വിരോധികളാണ്. ഈ പ്രസംഗിക്കുന്ന ആളുകളാരാണ്? ഈ പ്രചരിപ്പിക്കുന്ന ആളുകളാരാണ്? ഇവരുടെ പാർട്ടി വിധേയത്വവും ഇവരുടെ പാണക്കാട് വിധേയത്വം ഒക്കെ എപ്പോഴാണ് കാണുന്നറിയോ? അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടാതെ വെക്കണം. അപ്പൊ അറിയാം പാണക്കാട് വിരോധം. ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടാതിരിക്കണം. അതേ ആൾ തന്നെ പാണക്കാടിനെതിരെ പറയും, അതേ ആൾ തന്നെ പാർട്ടിക്കെതിരെ പറയും. നമ്മൾ സീറ്റ് കിട്ടുന്നതും കിട്ടാത്തതിനനുസരിച്ച് പാണക്കാട് നമ്മൾ സ്നേഹിക്കുന്നവരല്ല. നമ്മളിവിടെ മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അത്തരം ഒരു പ്രസ്ഥാനം സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ മാത്രമല്ല, ഇവിടുത്തെ അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണം എന്ന് പറയുന്നവരാണ്. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, ഈ വിദായി പ്രസ്ഥാനങ്ങൾക്കൊക്കെയുള്ള തങ്ങന്മാരുള്ള അഹ്ലുൽ ബൈത്തിനുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒന്ന് പരസ്യമായി പറയിപ്പിക്കുക. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുലമയെ പാണക്കാട് പ്രേമം പഠിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട വിദായി പ്രസ്ഥാനക്കാരോട് എന്താണ് അഹ്ലുൽ ബൈത്തിനോട് നിങ്ങളുടെ സമീപനം എന്ന് പരസ്യമായിട്ട് പറയിപ്പിക്കുക. അവിടെ വാദം എന്താണെന്നറിയോ? അങ്ങനത്തെ ഒരു വംശം തന്നെ ദുനിയാവില്ല എന്നാണ്. അതൊക്കെ കർബല യുദ്ധത്തോടുകൂടി അവസാനിപ്പിച്ചിട്ട് തങ്ങന്മാർ എന്ന വിഭാഗം തന്നെ ലോകത്തില്ല. ഇടല്ലേ തങ്ങന്മാരെ ബഹുമാനിക്കൽ? ലോകത്ത് തങ്ങന്മാരെന്നില്ല, അതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴുള്ളവരൊന്നും തങ്ങന്മാരല്ല, തങ്ങന്മാരെന്ന് പറയുന്ന വിഭാഗം തന്നെ ലോകത്തില്ല എന്ന് നാട്ടിലുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ ഒക്കത്ത് വെച്ചിട്ടാണ്, അവരെ തോളിലെത്തിയിട്ടാണ് നമുക്ക് പാണക്കാട് പ്രേമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.